മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രേതവുമില്ല ഭൂതവുമില്ല, അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യം വല്ലതുമാണെന്ന്, ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾ ഒരുപിടി ചാരമായി പോയില്ലേ, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ല എന്നൊക്കെ പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇതൊന്നും ഒരു വിശ്വാസമാകുന്നില്ല. അമ്മ പറയുന്നുണ്ട്, എന്താണെങ്കിലും മോനെ അവൾ കർക്കിടക രാവിലല്ലേ മരണപ്പെട്ടത്, അവൾ ദൈവങ്ങളുമായിട്ട് അടുത്ത് ഇരിക്കുന്ന ആളായതുകൊണ്ട് മിക്കവാറും അവൾക്ക് ശാന്തി ലഭിച്ചു കാണില്ല, അതുകൊണ്ട് അവളുടെ ആത്മാവ് ഇവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, അതുകൊണ്ട് നീ അത് തള്ളിക്കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ ഇതൊക്കെ വെറുതെ പറയുന്നതാ, അവൻ എന്തെങ്കിലും നിഴലും എല്ലാം കണ്ട് പേടിച്ചതായിരിക്കും, അതുകൊണ്ട് അമ്മ അതൊന്നും വിശ്വസിക്കണ്ട എന്ന് പറയുന്നു. എന്തെങ്കിലും നമ്മൾ ഈ പറയുന്നൊക്കെ പതിയെ പറയും, വളങ്ങാനും അത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് മോഹിനി. അങ്ങനെ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അമ്മയുടെയും മകളുടെയും സന്തോഷം ഞാൻ കിടത്തിത്തരാം, എത്രത്തോളം എൻ്റെ മകളെ കാണാണ്ടായി ഇത്ര സന്തോഷിക്കുന്ന അമ്മയും മോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ മോഹിനി മനസ്സിൽ കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ മരണപ്പെടേണ്ടത് ഇവർ തന്നെയാണെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് മോഹിനി പറയുന്നുണ്ട്. പിന്നീട് മോഹിനി പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ട് വരികയും, എൻ്റെ മോളെ ഇതുവരെ കണ്ടില്ലല്ലോ, എനിക്ക് എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ കരുതി എന്തായി കാണുമോ എന്നൊക്കെ ഉള്ള ആദ്യം കാണിക്കുന്നുണ്ട്, ഇവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് മോഹിനി. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതൊക്കെ അവളെവിടെയെങ്കിലും അന്ന് അവൾ തട്ടിക്കൊണ്ടുപോയ പോലെ ആരെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടാവും, അതിനൊക്കെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും അവളെക്കുറിച്ചൊരു വിവരം അറിയാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ തന്നെയാണോ ഇതിൻ്റെ പിറകിലെന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ മോഹിനി പറയുന്നുണ്ടെങ്കിലും എൻ്റെ മോൾ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, എൻ്റെ മോൾ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും പ്രതാപൻ്റെയും അമ്മയുടെയും മനസ്സിലും മുഖത്തും ഒക്കെ ചെറിയ പുഞ്ചിരി വരുന്നുണ്ട്. ഒരുപിടി ചാരമായവളെ എങ്ങനെ തിരിച്ചു വരാനെന്നുള്ള ഒരു ഭാവത്തിലാണ് രണ്ടുപേരുടെയും നോട്ടമെല്ലാം. പക്ഷേ മോഹിനി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ മരുമകനെ കാണാൻ വേണ്ടി ഞാൻ കണ്ണൻ്റെ അടുത്തോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ മോഹിനി കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ മഹാലക്ഷ്മിയുണ്ട്, മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മോൾ. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇതിൻ്റെ സന്തോഷ കണ്ണീരാണ് കണ്ണാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ ചിതകത്തുനിന്ന് അമ്മയ്ക്ക് കാണണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോളെ അതെനിക്ക് ആരുടെ ആണെങ്കിലും കാണണ്ട എന്ന് പറയുകയാണ് മോഹിനി. അതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിലും എൻ്റെ കണ്ണേട്ടൻ്റെ കാലുകൾ നോക്കാമ്പേ 2 കാലുകൾക്കും ചലനം സംഭവിച്ചെന്നൊക്കെ പറയുന്ന. അങ്ങനെ മോഹിനി 2 കാലുകളും കണ്ണിൻ്റെ നോക്കി കരയുന്നുണ്ട്. സന്തോഷം കൊണ്ടാണ് മോഹിനിക്ക് അങ്ങനെ കണ്ണ് നിറയുന്നത്. ഇനി നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായെന്ന് കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്നൊക്കെ മോഹിനി പറയുമ്പോഴും കണ്ണൻ പറയുന്നുണ്ട്, അമ്മയുടെ മോൾക്ക് ഞാൻ വരാനായിട്ട് വന്നത് അത്ര തൃപ്തിയല്ലായിരുന്നല്ലോ ആദ്യം, ഇപ്പോൾ അതൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചതിലെല്ലാം എനിക്ക് വളരെ പശ്ചാത്താപമുണ്ട് മോനെ, അതിനെല്ലാം ഞാൻ അമ്പലങ്ങളെല്ലാം കയറി നടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയതിലെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ആ റൂമിലോട്ട് ആരോ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ മോഹിനി പോയി ഡോറ് തുറക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മാർക്കോയാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മി മാർക്കോനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മ എനിക്കൊരു കാര്യം കൂടി ചെയ്തു തരണം, ഈ മഹാലക്ഷ്മിയെ അവിടെ ഇവിടെയെല്ലാം വെച്ച് കണ്ടെന്നൊക്കെ ആരോ ഒരാൾ പറഞ്ഞതുപോലെ പ്രതാപൻ്റെ അടുത്ത് പോയി പറയണം, എന്നാലാണ് അയാൾക്കതെല്ലാം വിശ്വാസമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നു, മോൻ പറയുന്നത് എന്ത് ഞാൻ കേൾക്കും, ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മഹാലക്ഷ്മിയെ എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ കണ്ടു എന്നൊക്കെ അയാൾ എന്നോടത്ത് പറഞ്ഞു, പേടിപ്പെടുത്തുന്ന രീതിയിൽ കണ്ടെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ പ്രതാപന് ചെറിയ പേടി തോന്നുന്നുണ്ട്. എല്ലാവരും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള പ്രതാപൻ്റെ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോയുടെ അടുത്ത് സാഗർ വരുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ഇന്ന് മഹാലക്ഷ്മിയുടെ മരണത്തിൻ്റെ ആഘോഷം നടക്കുകയാണ്, കമലേശ്വരം വീട്ടിൽ നിന്ന് മഞ്ജു എന്നോട് വിളിച്ചു പറഞ്ഞു എന്ന് പറയും, എന്തെങ്കിലും നമുക്ക് ഉടനെ തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മിയോട് റെഡിയാകാൻ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി റെഡിയാകുന്നുണ്ട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും ഇന്ന് കമലേശ്വരത്ത് എത്തിയിട്ടുണ്ട്. അവിടെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ആഘോഷം നടക്കുന്നതിനിടയിലേക്ക് മഹാലക്ഷ്മി പ്രേതമായിട്ട് എത്തുന്നുണ്ട്. ഇതാദ്യം കാണുന്നത് പ്രതാപൻ തന്നെയായിരിക്കും. പ്രതാപൻ അത് കണ്ട് ബോധം കെട്ട് വീഴുക ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതകഥ തുടർച്ചയായി ഓരോരുത്തരുടെയും മുന്നിലെത്തുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.